ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാമ്പാറൊക്കെ ഇപ്പോൾ ആർക്കാ ഇഷ്ടമില്ലാത്ത ഉണ്ടാവുക, അപ്പോൾ അത് ഈസി ആയിട്ടും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിലോ. അപ്പോൾ അത്തരത്തിലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് സമയമൊന്നും കളയാണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാനും പറ്റും. അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും ഈ ഒരു സാമ്പാർ. അപ്പോൾ നിങ്ങൾ റെസിപ്പി കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ കൂടെ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലൊക്കെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സാമ്പാറിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ സാമ്പാർക്ക് ആവശ്യമായിട്ടുള്ള പുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ അതിനാണ് ഇവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. സാമ്പാർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെല്ലാം പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത് നോക്കാം. ചേമ്പ് തൊലി കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്, മത്തൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ കുമ്പളങ്ങ, പിന്നെ വഴുതനങ്ങ, അതുപോലെ പച്ചക്കായ നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്, പിന്നെ ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ വെണ്ടക്ക 2 എണ്ണം എടുത്തിട്ടുണ്ട്, സവാളയും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ തക്കാളിയും ഒരു സവാളയൊക്കെ ഉള്ളെങ്കിലും ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്ര പച്ചക്കറി എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇനി ഇതിൽ കൂടുതലുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഈ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൺകലത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. കുക്കറാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പ് കുതിർത്തതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ തേങ്ങയൊന്നും അരക്കാത്തതുകൊണ്ടാണ് 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കുറുകി വരാൻ പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. തുവരപ്പരിപ്പ് മെഷർ ചെയ്തെടുത്തിട്ടുള്ള സെയിം കപ്പിലിന് ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഇതിൽ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായം ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കായം പൊടിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പൊടി 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പീസാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് സാമ്പാറിന്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാമ്പാർ പീസസ് കുക്കറിലേക്ക് ചേർക്കാം. അപ്പോൾ സാമ്പാർ പീസ് ചേർക്കുമ്പോൾ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ഈ സമയത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ പ്രഷറിലൊക്കെ കിടന്ന് വെന്ത് വരുമ്പോൾ പിന്നെ ലാസ്റ്റ് വെണ്ടക്ക എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വെണ്ടക്ക മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, മറ്റെല്ലാ പച്ചക്കറിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നമുക്ക് മാറ്റി വെക്കാം, പിന്നീട് വഴറ്റിയിട്ട് സാമ്പാറിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെണ്ടക്ക നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാണ്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് കുക്കർ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ സാമ്പാർ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പച്ചമണം മാറ്റിയെടുക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിട്ടാൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികൾ കരിയും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ കുത്ത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ ചെയ്യണ്ട. അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സ്റ്റേജിൽ ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഈ ചൂടുള്ള ചട്ടിയിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചട്ടിയുടെ ചൂട് കാരണം ഇത് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് പൊടികൾ മാറ്റി കൊടുക്കാം.
പൊടികൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനായിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ മൂപ്പിക്കുന്ന സമയവും ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയവും മാത്രം കുക്കറിൽ പ്രഷർ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അലിഞ്ഞു പോവും, വളരെ കുക്കായിട്ട് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സമയം മാത്രമാണ് കേട്ടോ പ്രഷർ വെക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് പ്രഷർ കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. ഏകദേശം ഇപ്പോൾ 2 മിനിറ്റോളം വെണ്ടയ്ക്ക വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ കുക്കറിൻ്റെ പ്രഷർ ഇപ്പോൾ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി കുക്കർ ഒന്ന് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ പൊടികളായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മുടെ പീസുകളൊന്നും ഉടഞ്ഞു പോവാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കുക. അതിനുശേഷം ഏകദേശം 2-3 മിനിറ്റ് ഒന്ന് ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കുക്കാവാൻ അനുവദിക്കുക. കൂടുതൽ കുക്കാക്കി എടുത്താൽ വെണ്ടയ്ക്ക ഉടഞ്ഞു പോവും. ഒരു 2 മിനിറ്റിൽ കൂടുതലൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടി പിടിക്കുന്ന പേടിയുള്ളവരാണെങ്കിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെണ്ടയ്ക്കൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയുടെ അളവ് അറിയാത്തവരാണെങ്കിൽ അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ബാക്കിയുള്ളത് കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി പുളി കൂടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇനി കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി സാമ്പാറിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഉപ്പ് പോരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ സാമ്പാർ ഓൾമോസ്റ്റ് റെഡിയായി. അതിനുശേഷം ഇനി വറവിടാൻ കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ സാമ്പാർ ഏകദേശം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാറിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പൊടികൾ മൂപ്പിച്ച് അതുപോലെ വെണ്ടയ്ക്കൊക്കെ വഴറ്റിയിട്ടുള്ള അതേ ചട്ടി തന്നെയാണ്. ആ എണ്ണയൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതിലേക്ക് ആണ് ഇനി കടുക് പൊട്ടിച്ച് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ അതുപോലെ 1 ടീസ്പൂൺ കടുക് കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവയും കടുകും പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതൊന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വറവിനുള്ളത് റെഡിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയും ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കടുകും ഉലുവയും അതുപോലെ കറിവേപ്പിലയൊക്കെ കരിയും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തൊഴിച്ച് കഴിഞ്ഞു. സാമ്പാർ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്നാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. നല്ല ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. ഞാനിപ്പോൾ വറവിൽ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാറിന് ഒന്നുകൂടെ വറുത്തൊഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ റെസിപ്പി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സാമ്പാർ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കാറുള്ളത്. തേങ്ങ വറുത്തരച്ചിട്ടൊന്നും ഇപ്പോൾ ഞാൻ മെനക്കെടാറേ ഇല്ല. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഈസി ആയിട്ടുള്ള റെസിപ്പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതാണല്ലോ ഡെയിലി ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്കും ഫാമിലിക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ ഇനി ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.